ക്രിസ്തുവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ക്രിസ്തുമസിനെക്കുറിച്ചും അനവധി ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക, നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എന്നഭയമല്ലേ. ഈ രണ്ട് പാട്ടുകളും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് ഞാൻ എഴുതിയ പാട്ടുകളാണ്. ആദ്യത്തേത് മകനെപ്പറ്റി, രണ്ടാമത്തേത് അമ്മയെപ്പറ്റി. എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠമുണ്ട്. ലോകത്ത് അനവധി ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, മറക്കാനാവാത്ത ഗുരുക്കന്മാർ. അത് ഏറ്റവും വലിയ ഗുരുക്കൾ നമുക്കറിയാം, ദ്രോണാചാര്യർ. അർജുനനെയും കർണനെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ വലിയ മഹാഗുരുവാണ്. സന്ദീപനി ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരു. അങ്ങനെ അനവധി 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 ഗുരുക്കന്മാർ. വസിഷ്ഠൻ. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു യേശുക്രിസ്തുവാണ്. 30 താണ്ടാതെ മരിച്ചുപോയ ആ ദൈവപുത്രൻ യേശുക്രിസ്തു. അദ്ദേഹം 40 എത്തിയില്ല, അതിന് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹത്തിനെ കൊന്നു. അതായത് സത്യത്തെയും ധർമ്മത്തെയും എപ്പോഴും നമ്മൾ കൊല്ലും. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മുടെ ചരിത്രമാണ്. നമ്മൾ കൊല്ലുന്നത് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയുമാണ്. ഞാൻ ഈ ഇത്രയും ഗുരുക്കന്മാരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ലോകം കണ്ട ഏറ്റവും ഒരു ഗുരു യേശുക്രിസ്തുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഒരേ ഒരു ഗുരു. സാധാരണ നമ്മൾ കാണുന്നുണ്ട് പല സന്യാസിമാരും ഒക്കെ ശിഷ്യന്മാരെ കൊണ്ട് ഈ പാദം കഴുകിച്ചിങ്ങനെ വലിയ രാജകീയ പ്രഭയിലിരിക്കും. ശിഷ്യന്മാർ പറയും, അത് അവർക്കൊന്നും ഇഷ്ടമല്ല, ഞങ്ങളുടെ ഗുരുവിന് ഇഷ്ടമല്ല, ഞങ്ങൾ നിർബന്ധിക്കൊണ്ട് ഇരുന്നു തരികയാണ്. ഇരുന്നു തരാതെ ഇരുന്നൂടെ അവർക്ക്. അപ്പോൾ ശിഷ്യന്മാർ ഗുരുവിൻ്റെ പാദം കഴുകുന്നത് ഒരു ചരിത്ര വലിയ സംഭവം, എല്ലാ സംഭവമാണത്. ആദ്യകാലം മുതൽ ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴിക്കുന്നവരാണ് ഗുരുക്കൾ. പക്ഷേ യേശുക്രിസ്തു എന്ന ഗുരു ശിഷ്യന്മാരുടെ പാദം കഴുകി. ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങളും തമ്മിൽ ചെയ്യുവൻ. നിങ്ങൾ അന്യോന്യം പാദം കഴുകണം.